ഹലോ എവ്രിവൺ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണസദ്യ ഒരുക്കാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കുറച്ച് ടിപ്സും ട്രിക്സും എല്ലാം ഞാനും കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് പഠിക്കാൻ പോയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പുറത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടും, ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഓണസദ്യ ഒരുക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ കുക്കിംഗ് അത്ര അറിയില്ല, കുക്കിങ്ങിലൊക്കെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെൻഷനായിരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി നമുക്ക് നല്ലോണം പ്ലാൻ ചെയ്ത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓണസദ്യ എങ്ങനെ ഒരുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ മമ്മി ഇന്നലെ ഒരു കുക്കിംഗ് വീഡിയോ, അതും ഒരു പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ മമ്മി നാട്ടിൽ കൊച്ചിയിലാണ്, ഞാനിവിടെ ദുബായിലുമാണ്. അപ്പോൾ എനിക്കിവിടെ കുക്കിംഗ് ചെയ്യാനായിട്ടുള്ള പരിമിതി കൊണ്ട് മമ്മിയാണ് എനിക്ക് വേണ്ടിയിട്ട് കുക്കിംഗ് വീഡിയോസ് എല്ലാം എടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അത് കണ്ടു പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പോയി കാണണം, നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണസദ്യ ഒരുക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ചോറ്, പഴം, പപ്പടം, ചിപ്സ്, ശർക്കര വരട്ടി, വാഴയില നമ്മൾ മറക്കരുതല്ലോ മേടിക്കാനായിട്ട്, അതുകൊണ്ടാണ് വാഴയില, സാമ്പാർ, വെജിറ്റബിൾ തോരൻ, പിന്നെ അവിയൽ, ഇഞ്ചിപ്പുളി, മാങ്ങ അച്ചാർ, എരിശ്ശേരി, പൈനാപ്പിൾ കറി, രസം, മോര്, പരിപ്പ് കറി, ബീട്രൂട്ട് കിച്ചടി, പിന്നെ ഓലൻ, പിന്നെ വൈറ്റ് പായസം, ബ്രൗൺ പായസം. ഞാൻ പായസത്തിന്റെ കളർ ഇടാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു സദ്യക്ക് വൈറ്റ് കളർ പായസവും ബ്രൗൺ കളർ പായസവുമാണ് ഉണ്ടാകാറ്. അപ്പോൾ വൈറ്റ് പായസം നമുക്കത് ഏത് പായസം വേണമെങ്കിലും ചൂസ് ചെയ്യാം. സേമിയ പായസമാകാം, അല്ലെങ്കിൽ പാൽ പായസമാകാം, അല്ലെങ്കിൽ പിന്നെ അടപ്രഥമനാകാം. അതുപോലെ തന്നെ ബ്രൗൺ പായസവും പരിപ്പ് പായസമാകാം, ശർക്കര പായസം, അരിപ്പായസം, അങ്ങനെ ഏത് പായസം വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. അപ്പം ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിൽ 20 ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഈ 20 ഐറ്റംസും ഞാൻ മേടിക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും പോണില്ല. ഇതിൽ എനിക്ക് തോന്നുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്നതും, അതുപോലെ തന്നെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും, എനിക്ക് ഒത്തിരി എക്സ്പെൻസ് കൂടാതെ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു, ലിസ്റ്റ് ഔട്ട് ചെയ്തു. നമ്മൾ ഇനി ഇതിൽ നിന്നാണ് നമ്മുടെ മെനു ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ടിക്കിട്ട് മെനു ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതണം. അപ്പം ഞാൻ ഈ റൈറ്റ് സൈഡിൽ തന്നെ ടു ബൈ എന്നും പറഞ്ഞ് ഒരു കോളം ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓരോ ലിസ്റ്റിലെ ഐറ്റംസിനും വേണ്ടിയിട്ട് നമ്മൾ മേടിക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഈ സെക്കൻഡ് കോളത്തിൽ ഞാൻ എഴുതിയിടുവാണ്. എന്നിട്ട് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് അപ്പം അതിൻ്റെ എക്സ്പെൻസും ഏകദേശം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം ഇതിൽ നിന്ന് പിന്നെ നമ്മുടെ മെനു സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റമാണ് ചോറ്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് അരി നമ്മുടെ എല്ലാവരും വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വണ്ണാണ് പഴം. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലല്ല പുറത്ത് താമസിക്കുന്നതും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ നാട്ടിലെ നാടൻ പഴം മേടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കത് മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ടു ബൈ എന്നുള്ള ലിസ്റ്റിൽ എഴുതാം പഴം. ഓക്കെ, അപ്പോൾ പഴം നമ്മുടെ ഓക്കെ ആയി ടിക്ക് ഇട്ടു. നെക്സ്റ്റ് വൺ പപ്പടം. അപ്പോൾ പപ്പടവും നമുക്ക് മേടിക്കണം അല്ലേ? അപ്പോൾ പപ്പടം നമ്മുടെ ടു ബൈ എന്നുള്ള ലിസ്റ്റിൽ പപ്പടം എഴുതി. ഇനി ചിപ്സും ശർക്കര വരട്ടി. ഇതപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വീട്ടിലുണ്ടാക്കാം കായ മേടിച്ചിട്ട്. പക്ഷേ ഞാനിവിടെ ദുബായിൽ ഞാൻ പ്രിഫർ ചെയ്യുക കടയിൽ നിന്ന് മേടിക്കാനായിട്ടാണ്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് നമ്മുടെ കായയെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര വിലയാണ്, നമുക്ക് നല്ല ക്വാളിറ്റി സാധനം കിട്ടത്തുമില്ല. അപ്പോൾ അതിലും എന്തുകൊണ്ടും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ചിപ്സും ശർക്കര വരട്ടി മേടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടു ബൈ എന്നുള്ള ലിസ്റ്റിൽ ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടി ആഡ് ചെയ്യുവാണേ. ഓക്കെ, എന്നിട്ട് ഞാൻ അത് ടിക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ വാഴയില. അപ്പോൾ വാഴയില നമ്മുടെ നാട്ടിൽ
വാഴയില്ലാത്തവർക്കാണെങ്കിൽ എന്തായാലും നമുക്ക് കടയിൽ നിന്ന് വാഴയില മേടിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥയും. അപ്പോൾ ഞാനിവിടെ മേടിക്കേണ്ട ലിസ്റ്റിൽ വാഴയില ഇടുവാണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സാമ്പാർ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ സദ്യ ഉണ്ണാനൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സദ്യ സാമ്പാറിന്. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ നോർമൽ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സദ്യ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടോ നിങ്ങൾ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ ലിസ്റ്റിലിടാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സാമ്പാറിൻ്റെ ഐറ്റംസ് ഇവിടെ ഇടുന്നില്ല. അപ്പോൾ അത് ഞാനൊരു വട്ടം ഇട്ട് വെക്കുവാണേ. ഞാൻ അത് ഉണ്ടാക്കും, പക്ഷെ ഞാൻ അതിൻ്റെ ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി അടുത്തതാണ് വെജിറ്റബിൾ തോരൻ. അപ്പോൾ നോർമലി നമ്മുടെ സദ്യക്കുള്ള തോരൻ എന്ന് പറഞ്ഞാൽ ക്യാബേജ് തോരനാണ്. അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ക്യാബേജ് ഇവിടെ ദുബായിലൊക്കെ ഭയങ്കര ചീപ്പാണ് മേടിക്കാനായിട്ട് കിട്ടുക. ഇവിടെ ലോക്കലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡ്യൂസാണ് ക്യാബേജ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണസദ്യയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാബേജ്. അപ്പം ഞാനിവിടെ ക്യാബേജ് ആഡ് ചെയ്തു. എന്നിട്ട് ക്യാബേജ് ഞാനിവിടെ ഈ വെജിറ്റബിൾ തോരൻ ഇവിടെ വട്ടം വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിയൽ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു 4-5 ആൾക്കാരെ വിളിച്ചിട്ടുള്ള ഒരു ഓണസദ്യയാണ്. അതുകൊണ്ട് ഞാൻ അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കറി മേടിക്കുന്നതിനേക്കാളും പ്രിഫർ ചെയ്യുക നമുക്ക് അവിയൽ മിക്സ് എന്ന് പറഞ്ഞ കടയിൽ റെഡിമെയ്ഡ് കിട്ടും, പച്ചക്കറി എല്ലാം അരിഞ്ഞ്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ചീപ്പ്. നമ്മൾ പച്ചക്കറി മേടിച്ച് അരിഞ്ഞ് അതിനകത്ത് ചിലപ്പോൾ പകുതിയൊക്കെ വേസ്റ്റ് ആയിട്ട് വരും. അത് പിന്നെ നമ്മൾ കുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അവിയൽ മിക്സാണ് മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ അവൈലബിലിറ്റിയും അനുസരിച്ച് നിങ്ങളത് എഴുതാം. അപ്പോൾ ഞാനിവിടെ അവിയൽ മിക്സ് എന്നും പറഞ്ഞ് എഴുതുവാണേ, ടു ബൈ എന്നുള്ളൊരു ലിസ്റ്റിൽ. എന്നിട്ട് ഞാനിവിടെ അവിയൽ വട്ടം വരച്ചു. ഓക്കെ, ഇനി അടുത്തത് ഇഞ്ചിപ്പുളി. അപ്പോൾ ഇഞ്ചിപ്പുളിക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. ഇഞ്ചി ഇഷ്ടംപോലെ വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദുബായിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിക്ക് ഒരു ക്ഷാമവുമില്ല. അപ്പോൾ ഞാനിവിടെ ദുബായ് എന്നുള്ള ലിസ്റ്റിൽ ഇഞ്ചി എഴുതി. എന്നിട്ട് ഞാൻ ഇഞ്ചിപ്പുളി വട്ടം വരച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്താണേലും നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് ഏറ്റവും എളുപ്പത്തിലും ഒത്തിരി വില കൂടാണ്ട് കിട്ടാനായിട്ട് എളുപ്പമുള്ള ഐറ്റംസ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്ന ആ മെനുവിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മാംഗോ അച്ചാർ. ഓക്കെ, അപ്പോൾ ഇവിടെ മാങ്ങ അച്ചാറും ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിപ്പുളിയുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരു എരിവും പുളിയുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനിവിടെ രണ്ടും കൂടെ എനിക്ക് സദ്യയിൽ വേണ്ട. അപ്പം ഞാനിവിടെ ഇഞ്ചിപ്പുളിയാണ് പ്രിഫർ ചെയ്യുക. കാരണം ഇഞ്ചിപ്പുളി ഞാൻ കോമൺ ആയിട്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാത്തൊരു ഐറ്റം ആയതുകൊണ്ടും പിന്നെ ഓണം ആയതുകൊണ്ടും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുമല്ലോ. അപ്പം ഞാനിവിടെ ഇഞ്ചിപ്പുളി മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം മാങ്ങാച്ചാർ ഞാനിവിടെ വെട്ടുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങാച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ ഇവിടെ ദുബായ് എന്നുള്ള ലിസ്റ്റിലിടാം. കാരണം ഇവിടെ പ്രത്യേകിച്ച് നല്ല മാങ്ങയൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി അടുത്തത് എരിശ്ശേരി. അപ്പോൾ എരിശ്ശേരിക്ക് വേണ്ട ആ ബ്രൗൺ കളറ് പയറും, അതായത് വൻപയറും പിന്നെ അതുപോലെ തന്നെ മത്തങ്ങയും, അത് നമുക്കിവിടെ എഴുതിയിടാം. അപ്പോൾ ബ്രൗൺ കളറ് പയർന്നാണ് ഞാൻ ഇടുന്നത്, ഇംഗ്ലീഷിലാണ്. പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ, ഇത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ 2 പേരാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പയർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. കടയിലൊക്കെ നമുക്ക് ലുലുവിലൊക്കെ പോയി ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ മേടിച്ച് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പം അങ്ങനെ എരിശ്ശേരി നമുക്ക് വട്ടം വരയ്ക്കാം. ഇനി അടുത്തത് പൈനാപ്പിൾ കറി. പൈനാപ്പിൾ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൈനാപ്പിളാണ്. പിന്നെ നമ്മുടെ തേങ്ങ, തൈര്, അതല്ല. അപ്പം നമുക്കിവിടെ പൈനാപ്പിൾ ദുബായ് എന്നുള്ള ലിസ്റ്റിൽ പൈനാപ്പിൾ എഴുതാം. ഓക്കെ, പൈനാപ്പിൾ എഴുതി. എന്നിട്ട് പൈനാപ്പിൾ കറി ഞാൻ വട്ടം വരച്ചു. ഇനി രസം, പിന്നെ അടുത്തത് മോര്. അപ്പോൾ രസം എനിക്ക് അത്ര വലിയ പ്രിയമുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് പ്ലാനില്ല. കാരണം രസം ഉണ്ടാക്കാനായിട്ടും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ ഉണ്ടാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം മോരായിരിക്കും. കാരണം എന്തായാലും നമ്മൾ തൈര് മേടിക്കും. അപ്പോൾ അതിൽ നിന്ന് പച്ചമോര് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മോര് ഇവിടെ വട്ടം വരയ്ക്കുവാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ദുബായ് എന്നുള്ള ലിസ്റ്റിൽ ഇവിടെ തൈര് ഇടുവാണ്. അപ്പോൾ ഞാൻ കേർഡ് എന്നും പറഞ്ഞ് ആഡ് ചെയ്യുവാണ്. പിന്നെ അടുത്തത് പരിപ്പ് കറി. നമുക്ക് സാമ്പാറുള്ളതുകൊണ്ട് ഞാനിനി പരിപ്പ് കറി അത്ര വലിയ താല്പര്യപ്പെടുന്നില്ല. കാരണം നോർമലി എൻ്റെ വീട്ടിൽ ദാലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് കറി വെട്ടുവാണേ.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പരിപ്പ് ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മിക്ക ആൾക്കാരുടെയും വീട്ടിൽ പരിപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ അത് നിങ്ങളുടെ ബൈയിങ് ലിസ്റ്റിൽ ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇനി അടുത്തത് ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ ബീട്രൂട്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്, ഒത്തിരി വിലയുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് ബീട്രൂട്ട് എഴുതുവാണേ, ബീട്രൂട്ട്. ഓക്കെ, എന്നിട്ട് ബീട്രൂട്ട് കിച്ചടി ഞാൻ വട്ടം വരച്ചു. ഇനി അടുത്തത് ഓലൻ. ഓലനും എനിക്ക് അത്ര പ്രിയമില്ലാത്തൊരു ഐറ്റമാണ്. അപ്പം ഞാനത് വെട്ടിക്കളയുവാണ്. അപ്പം ഞാനിവിടെ ചില ഐറ്റംസ് ഒക്കെ വെട്ടിക്കളയാനുള്ള കാരണം ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ നാട്ടിലല്ല, പുറത്തുമാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ചിലവ് ചുരുക്കി ഭയങ്കര ലളിതമായിട്ട് എങ്ങനെ ഒരു ഓണസദ്യ ഉണ്ടാകുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ഓണസദ്യ നമ്മൾ ഒരുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമല്ലാത്ത കറി നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചുമ്മാ വാഴയില നിറയ്ക്കാനായിട്ട് ഞാൻ കുറേ കറി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓരോ കറിയും ഞാൻ കോമൺ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാത്ത കറിയാണ് സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസത്തിലോട്ട് വന്നു. അപ്പോൾ വൈറ്റ് കളർ പായസമുണ്ട്, ബ്രൗൺ പായസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വൈറ്റ് പായസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് സേമിയ പാക്കറ്റിൻ്റെയും ഇൻസ്റ്റൻറ്റ് പാലടയുടെ ഒക്കെ മിക്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ ടുബായ് എന്നുള്ള ലിസ്റ്റിൽ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അരിപ്പായസമോ പാൽപ്പായസമോ ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ മിക്കവാറും ഇൻസ്റ്റൻറ്റ് പായസമാണ് മേടിക്കാൻ ചാൻസ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ ഒരു മിക്സ്, അത് വൈറ്റ് കളർ പായസത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ വൈറ്റ് പായസം വട്ടം വരച്ചു. ഇനി ലാസ്റ്റ് വൺ ബ്രൗൺ പായസം. അപ്പോൾ ബ്രൗൺ പായസം എന്ന് പറഞ്ഞാൽ ശർക്കരയും തേങ്ങാപ്പാലും ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ബേസ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പരിപ്പ് കൊണ്ടുണ്ടാക്കാം, അരി കൊണ്ടുണ്ടാക്കാം, ചവ്വരി, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ പായസത്തിന് വേണ്ടിയിട്ട് എനിക്ക് ബൈയിങ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് ശർക്കര മെയിനാണ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ, പിന്നെ ഓക്കെ, ഇത് രണ്ടുമാണ് അപ്പോൾ മെയിൻ ഐറ്റംസ് ബ്രൗൺ പായസത്തിന് വേണ്ടിയിട്ട്. ബാക്കി പരിപ്പും നുറുക്ക് ഗോതമ്പാണെങ്കിൽ അതും എല്ലാം വീട്ടിലിരിപ്പുണ്ട്, അതുകൊണ്ട് അത് മേടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ബ്രൗൺ പായസം ഇവിടെ വട്ടം വരച്ചു. അപ്പം നമ്മളിങ്ങനെ ഇവിടെ നമ്മുടെ ആ മെനുവിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ടുബായ് എന്നുള്ള ലിസ്റ്റിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഏകദേശം എത്ര രൂപയാകും, അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതിനൊക്കെ ഏകദേശം എത്ര രൂപയാകുമെന്ന് നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം കണക്ക് വെച്ചിട്ട് ഞാൻ ഈ ഓരോന്നിനും വില എഴുതുവാണേ. അപ്പം ഞാൻ ഇതെല്ലാം കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ആവറേജ് വന്നത് 70 ദിർഹമാണ്. അതായത് ഏകദേശം 1400 നാട്ടിലെ പൈസ. ഓക്കെ, അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനേക്കാളും കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ബഡ്ജറ്റിനേക്കാളും കുറവാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഇതിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെട്ടിക്കളയാൻ പറ്റുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ശർക്കര, തേങ്ങാപ്പാൽ. കാരണം ശർക്കരയും തേങ്ങാപ്പാലും അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പൊടി മേടിക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ മിക്സ് മേടിക്കണം. അതിനൊക്കെ കുറച്ച് പൈസ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ വെട്ടിക്കളയാം. പിന്നെ ഈ പൈനാപ്പിൾ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പൈനാപ്പിളിന് ഭയങ്കര വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ വെട്ടിക്കളയാം. അങ്ങനെ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ സാധനങ്ങളുടെ വില വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് കൂട്ടവും കുറയ്ക്കാനും ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ പോയി സാധനം മേടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ വില നമ്മുടെ പോകുന്ന കട അനുസരിച്ചും മാറും, അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചും മാറും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്, ഈ 70 ദിർഹം എന്നുള്ളത്. നമുക്ക് ഏകദേശം ഒരു കണക്ക് നമുക്ക് അറിയണമല്ലോ കടയിൽ പോകുമ്പോൾ എത്ര ചിലവാകും ഏകദേശം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും ഇത് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസ് എല്ലാം കണ്ടാണ് എനിക്കും ഈ ഒരു ഐഡിയ ഒക്കെ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓണ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഐഡിയ വന്നത്. അല്ലെങ്കിൽ ഓണസദ്യ ഒരുക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് പോലെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക അല്ലേ. ഭയങ്കര ലളിതമായിട്ട് കുറച്ച് കൂട്ടാൻ മാത്രമേ ഉള്ളൂ, എങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഓണസദ്യ ഒരുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു നല്ല ഓണസദ്യ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.